ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ മൈസൂർ പോയ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ കർണാടകയിലാണ് താമസം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മൈസൂരിലേക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട് കാറിൽ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണിത്. കർണാടകയിൽ മൊത്തം കൃഷിയാണെന്ന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മൈസൂരേക്ക് പോകുന്ന വഴി മുഴുവനും ഇതേപോലെ കൃഷിയാണ്. തെങ്ങുകളുണ്ട്. ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നാട്ടിലെത്തിയൊരു ഫീലാണ്. അപ്പോൾ വീടുകളൊക്കെ കാണുന്നത് ഏകദേശം ഈ ഒരു രീതിയിലുള്ള വീടാണ് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ കുറച്ചു വലിയ വീടെന്നൊക്കെ പറയാൻ പറ്റുന്നുള്ളത്. ഇവിടെ പൊതുവേ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടാണ്. ഇതുപോലെ ചെറിയ വീടുകളാണ് ഉണ്ടാവുക. പക്ഷേ ആ വീട് കണ്ടിട്ട് നമുക്കൊരിക്കലും അവരെ വിലയിരുത്താൻ വേണ്ടി പറ്റില്ല. ചെറിയ വീടല്ലേ, പാവപ്പെട്ടവരായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ അടുത്ത് നല്ല പൈസ ഉണ്ടായിരിക്കും. അവർക്ക് പൊതുവേ ഇവിടെ രീതി അങ്ങനെയാണ്. ചെറിയ വീടാണ്, ഇത്ര പൈസ ഉണ്ടെങ്കിലും അത് ഇപ്പോൾ വേണമെങ്കിൽ പിന്നെയും കുറച്ച് വലിയ വീടൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. ചെറിയ വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കിയാൽ നമുക്ക് നല്ലൊരു കാറൊക്കെ കാണാൻ പറ്റും. അവരുടെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് വീട് വലുതായിട്ട് വലിയ ആവശ്യമില്ല. പിന്നെ ഇതേപോലെ നെൽപ്പാടങ്ങൾ കാണുന്ന പോലെയുണ്ട് കാണാൻ. ശരിക്കും അതെന്ത് കൃഷിയാണെന്ന് അറിയില്ല. ഇതേപോലെ കുറേ പാടങ്ങൾ കാണാൻ പറ്റും. പിന്നെ കുളങ്ങളുണ്ട് ഇവിടെ കൂടുതലായിട്ട്. ഇതേപോലെ ഇതിപ്പോൾ വറ്റിയിട്ടാണുള്ളത്. ഇടയിലിടയിൽ കുറച്ച് സ്ഥലത്തൊക്കെ വെള്ളമുണ്ട്. പിന്നെ ഇവിടെ കൂടുതലുള്ളത് ഇതേപോലെ കുളങ്ങളാണ്. നമ്മളുടെ നാട്ടിലെ പോലെ ഒഴുകുന്ന വെള്ളം കുറവാണ്. നമ്മുടെ നാട്ടിൽ പുഴ ഉണ്ടാവില്ലേ, അങ്ങനെ പുഴ ഇവിടെ കാണാൻ പറ്റില്ല. ഇതേപോലെ തടാകങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. തടാകങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഒരു നാട്ടിൽ തന്നെ 2-3 എണ്ണമൊക്കെ ഉണ്ടാവും. അതേപോലെ നല്ല സൈസും ഉണ്ടാവും അതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള തടാകങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ തടാകത്തിലാണെങ്കിൽ നിറച്ചും താമരയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതേപോലെ കൃഷി സ്ഥലങ്ങളാണ്. നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ 2 സൈഡായിട്ടും നമുക്ക് നിറച്ചും കൃഷിയായിരിക്കും കാണാൻ പറ്റുക. നമ്മുടെ നാട്ടിലെ പോലെയുള്ള ഷോപ്പുകൾ അതൊക്കെ എവിടെയെങ്കിലും ടൗണിലെത്തുമ്പോൾ മാത്രമേ കാണാനുണ്ടാവൂ. അല്ലാതെ നമ്മളെ നാട്ടിലെ പോലെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൃഷി ഒരിക്കലും കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു തെങ്ങിൻ തോപ്പുണ്ടെങ്കിൽ തന്നെ ആ തെങ്ങിൻ്റെ താഴെയായിട്ട് മൊത്തം വേറെ എന്തെങ്കിലും കൃഷിയായിരിക്കും. പിന്നെ ഇതേപോലെ ഞാനിപ്പോൾ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലത്തെ നാസ്തയാണിത്. ബിസിബളെ ഭാഗത്തു നിന്നാണ് ഇതിനെ പറയുക. ഇവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും രാവിലെ ഏകദേശം ഇതേപോലെ റൈസസാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ ചോറുണ്ട്. ചോറിൻ്റെ കൂടെ പരിപ്പും പിന്നെ മിക്സറും അങ്ങനെയുള്ള എന്തൊക്കെയോ മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു വടയുണ്ട്. പിന്നെ ഇതേപോലെ കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് അത്. ഹോട്ടലിന് പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കുകയാണ് പശു. പിന്നെ ഞങ്ങൾ ഏകദേശം മൈസൂർ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പല്ലൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മൈസൂർ ടൗണിലേക്ക് പോവാണ്. ഇക്കാക്ക് ഷോപ്പിലേക്ക് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങളൊരു മാളിലും കൂടി കയറാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമ്മുടെ നാട്ടിലെ പോലെ പ്രൈവറ്റ് ബസ്സസ്സൊന്നും കൂടുതലില്ല. കൂടുതലായിട്ടുള്ളത് ഇതേപോലെ KSRTC ബസ്സുകളാണ്. അത് പല തരത്തിൽ പല നിറത്തിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് കൂടുതലും പ്രൈവറ്റ് ബസ്സാണ് ഉണ്ടാവുക. അതിൽ 1-2 ഇതേപോലെ KSRTC ബസ് 2 നേരങ്ങളിൽ ഉണ്ടാവും. മറ്റെല്ലാ സമയങ്ങളിലും മിനിറ്റിന് പ്രൈവറ്റ് ബസ്സാണ് ഉണ്ടാവുക. അതേപോലെ ഇവിടെ മിനിറ്റിന് KSRTC ബസ് ഉണ്ടാവും. പ്രൈവറ്റ് ബസ്സില്ല. അങ്ങനെ എടുക്കാനുള്ള ഒരു അലൗഡ് ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് ടൂറിസ്റ്റ് ബസ്. അല്ലാതെ എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് ഇപ്പോൾ പിന്നെ SRS പോലെയുള്ള നമ്മുടെ നാട്ടിലേക്ക് ലോങ് ട്രിപ്പിനുള്ള ബസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതേപോലെ മൈസൂർ ടൗണിലെത്തി ഞങ്ങൾ. ഇതാണ് ഇവിടുത്തെ ഗരുഡ മാള്. ഈ മാളിൽ പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു KFC ഷോപ്പും അതേപോലെ 2-3 ഡ്രസ്സ് ഷോപ്പുമായിട്ട് അങ്ങനെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് വലിയ മാളൊന്നുമല്ല. അതിൻ്റെ മേലത്തെ നിലയൊക്കെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങൾ മാളിൽ പോവല്ല. അതിൻ്റെ തൊട്ടപ്പുറത്തെ ബാക്കിലായിട്ട് ഇതേപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നിർത്തിയിട്ട് ഇക്കാക്ക് വേണ്ട സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവും. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു അമ്പലം കാണാൻ പറ്റി അതിൻ്റെ തൊട്ടടുത്തായിട്ട്. പിന്നെ ഇക്ക പോകുമ്പോൾ കാറ് ലോക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ചൂടെടുക്കാൻ തുടങ്ങി. എന്നാലും നാട്ടിലെ പോലെയല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ നല്ല പോലെ വിയർത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അത്ര വിയർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു തണുപ്പ്
കാറിൻ്റെ ഡോറ് തുറന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏകദേശം കാറ്റുണ്ടാവും കേട്ടോ, എല്ലാ സൈഡിലും നല്ല രീതിയിൽ കാറ്റുണ്ടാവും. പിന്നെ മൈസൂർ ഞങ്ങൾ ഇക്കാൻ്റെ സാധനം എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ്. ഇതേപോലെ ഹോൾസെയിൽ ഷോപ്പാണ്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ക്രിസ്മസിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലാ ഷോപ്പിലും ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം ഹോൾസെയിലായിട്ട് കിട്ടും. പിന്നെ ഇതേപോലെ ഞങ്ങൾ മാപ്പ് വെച്ചിട്ട് ഞങ്ങൾ ഒരു മാളിലേക്ക് പോവുകയാണ്. അവിടെ ഇക്ക കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഇക്കാൻ്റെ ഷോപ്പിൻ്റെ ഏതോ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മൈസൂർ, ഞങ്ങളിപ്പോൾ കുറേ വർഷങ്ങളായെങ്കിലും ഞങ്ങൾക്കിങ്ങനെ കൂടുതലായിട്ട് ഒന്നും അറിയില്ല. ഇങ്ങനെ പുതിയതായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കലാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് കണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് ഇന്നതൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതായിട്ട് മൊത്തത്തിൽ ഈ മൈസൂർ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. ആദ്യം ഞങ്ങളൊരു സൂവും അതേപോലെ പാലസുമാണ് കൂടുതലും ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും പോകണമെന്ന് തോന്നുമ്പോൾ പോകാൻ പറ്റുന്ന 2 ഏരിയ. ഞങ്ങൾക്കത് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ മാളിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മാള്. ഇതൊരു വലിയ മാളാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് നെക്സസ് സെൻറ്റർ സിറ്റി അങ്ങനെ എന്തോ ആണ്. വലിയ മാളെന്ന് പറയുമ്പോൾ വലിയ സൈസിലുള്ള മാളാണ്. അതും മൈസൂർ സിറ്റിയിൽ തന്നെ അടുത്തായിട്ട്, ഏകദേശം സിറ്റിയിൽ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടും ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്, 8 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനൊരു മാൾ ഇവിടെയുള്ള സംഭവം അറിയുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നൂഡിൽസ്, അതേപോലെ അതിൻ്റെ കൂടെ മീറ്റ് ഉണ്ടായിരുന്നു. മട്ടനോ ബീഫോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ചൈനീസ് റെസിപ്പി പോലെ തോന്നി. അതിൽ ക്യാരറ്റ് അതേപോലെ വെജിറ്റബിൾസൊക്കെ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ രാത്രിയായി ഏകദേശം എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.